അയ്യോ വണക്കം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ വാടക വീട്ടിലേക്ക്, ആ വാടക വീട് നിങ്ങൾ കണ്ട കൊട്ടാരം പോലെ ഇരിക്കുന്ന ഒരു വാടക വീടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വാടകയൊക്കെ അറിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. തൊഴിലാളി വർഗത്തിൻ്റെ സമുന്നതനായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ട രീതിയിൽ ജീവിതം നയിക്കുന്ന നമ്മുടെ സഖാവിൻ്റെ ഒരു വീടാണ് എന്ന് മാത്രം നമ്മളൊന്ന് ചിന്തിച്ചുകൊണ്ടാൽ മാത്രം മതി. എന്തായിരുന്നാലും ഈ ത്രിപുരയിലൊക്കെ ഭരണം പോയപ്പോൾ അവിടെയുള്ള മണിക് സർക്കാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് നിങ്ങൾക്കറിയാമോ? എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഉച്ചയ്ക്ക് നടന്ന് മീൻ മേടിക്കാൻ പോകുമായിരുന്നു മീൻ മാർക്കറ്റിൽ. അത്രയ്ക്ക് ലാളിത്യമായിരുന്നു. ആ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ, എന്തൊരു ചൈതന്യം അതിന് എന്നാണ് ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകർ ഇപ്പോൾ പിണറായി വിജയൻ്റെ കൊട്ടാര സദൃശ്യമായ ആ വീടിൻ്റെ മുമ്പിൽ നിന്ന് പറയുന്നത്, ഞങ്ങളുടെ ലാളിത്യത്തിൻ്റെ മകുടോദാഹരണമായ പിണറായി വിജയൻ്റെ മോളെ പിടിച്ചോണ്ട് പോകാൻ പോണേ എന്നാണ് ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിനക്കൊക്കെ നാണം ഉണ്ടാകുന്ന മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ ഇന്നലെ ഫേസ്ബുക്കിൽ പല മാധ്യമ സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും നിഷ്പക്ഷത. പക്ഷേ പിണറായി വിജയനെ തൊട്ടപ്പോൾ അവരുടെ സ്റ്റാറ്റസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീപ്പന്തത്തിലാണ് നീയൊക്കെ പെട്രോൾ കോരി ഒഴിച്ചിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ചിരിച്ച് അമ്മച്ചിയാണ് വയറുളുക്കിപ്പോയി. അത് മാത്രമല്ല, യുവമാരെ വിചാരം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ എന്തോ ജുജുബി സാധനമാണെന്നാണ്. എടേ, തീപ്പന്തമാണ് പിണറായി വിജയനെങ്കിലേ അവന്മാരെന്ന് പറഞ്ഞാൽ ബ്രഹ്മോസ് അടിച്ച് അണ്ണാക്കിയിട്ട് വരും എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഞാൻ നിങ്ങളൊരു ദൃശ്യം കാണിക്കാം. ആ ദൃശ്യം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഒരു സംഘർഷം ഉണ്ടായാൽ സംഘർഷത്തിലേക്ക് തന്നെ പോകാം എന്ന് കണക്കാക്കിക്കൊണ്ട് കൃത്യമായി ദണ്ഡയും വടിയും ഒക്കെ ആയി തന്നെയാണ് ഇവിടെ ഈ PVC പൈപ്പിൽ DYFI കൊടികെട്ടിക്കൊണ്ടുവരുമ്പോൾ ദണ്ഡ, അതായത് RSS ഉപയോഗിക്കുന്ന ദണ്ഡയിലാണ് അത്തരത്തിൽ BJP പ്രവർത്തകർ അവരെ കൊടികെട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സംഘർഷം ഉണ്ടായാൽ അത്തരത്തിൽ തന്നെ അത് നേരിടാമെന്നൊരു ഇതിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പരമാവധി കണ്ടല്ലോ, ഇതാണ് ആ ദൃശ്യം എന്ന് പറയുന്നത്. BJP സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള ഷോൺ ജോർജ് ഈ കേസിൽ ഇത്രയധികം കട്ടയ്ക്ക് നിന്നൊരു വ്യക്തി എന്ന് പറയുന്നത് ഷോൺ ജോർജ് ആണ്. നമ്മുടെ മാത്യു കുഴൽനാടനുണ്ടല്ലോ, കോൺഗ്രസിൻ്റെ MLA ആയിട്ടുള്ള മാത്യു കുഴൽനാടനും ഈ കേസിൽ കട്ടയ്ക്ക് നിന്നു. സഭയ്ക്കകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആ സമയത്ത് മുഖ്യമന്ത്രിയല്ല പിണറായി വിജയന് നേരെ സധൈര്യം ചോദ്യങ്ങൾ ചോദിച്ചാണ് മാത്യു കുഴൽനാടൻ. പക്ഷേ മാത്യു കുഴൽനാടനെ സ്വന്തം പാർട്ടിക്കകത്തിരിക്കുന്ന ആൾക്കാർ പോലും അടിച്ചിരുത്തി ഈ കേസിൽ എന്നുള്ളത് ചരിത്രമാണ്. പക്ഷേ ഷോൺ ജോർജിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ ഷോൺ ജോർജ് ഈ കേസ് ഏറ്റെടുത്തു. ഷോൺ ജോർജ് ഇത് കോടതിയിലെത്തിച്ചു. ഷോൺ ജോർജാണ് ഈ കേസിൽ സകല കാര്യങ്ങളും, അതായത് ഷോൺ ജോർജിനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ കേസില്ല, ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പൊക്കോണ്ടിരുന്നത്. ഷോൺ ജോർജ് ഈ കേസ് ഇത്രയും വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ട് വന്നതിൻ്റെ കലിപ്പ് എന്തായാലും സഖാക്കന്മാർക്ക് കാണുമല്ലോ. കഴിഞ്ഞ ദിവസം ED പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് വലിയ രീതിയിൽ ആക്രമണം നേരിടേണ്ടി വന്നു. ഈ ആക്രമണം നേരിടേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? പോലീസിൻ്റെ വീഴ്ചയാണ്. ഒരു പഴംവിഴുങ്ങിയ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണ് ഇവിടെ ഇരിക്കുന്നത്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരുന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം 5 മിനിറ്റ് കൊണ്ട് 2 വാക്ക് പറഞ്ഞു തീർത്തത്. അത് ശരി, പോട്ടെ, അറിഞ്ഞിട്ടില്ല, അത് നമുക്കതിൽ പരാതിയില്ല, അതവിടെ നിന്നോട്ടെ, അതവിടെ നിൽക്കട്ടെ. ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്നപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ആക്രമിച്ചു. ഇൻ്റലിജൻസ് പറയുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ട് എന്നാണ്. പോലീസ് ഇപ്പോഴും CPMൻ്റെ കൂടെയാണ് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. എന്നതിൽ കൂടുതൽ തെളിവുകളൊന്നും കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. എന്തായാലും ഈ കേസിൽ എന്തായാലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിനെയൊക്കെ അടിച്ച് ഊപ്പാട് വരുത്തിയതില്ലേ നമുക്കൊരു കാര്യം ചെയ്യാം. മറ്റേ ലവനില്ലേ, അവൻ അങ്ങ് തീർത്ത് കളയാം. ഷോൺ ജോർജ് അവൻ്റെ വീട്ടിൽ പാലായിലെ വീട്ടിൽ കയറി അവൻ അടിക്കണം. നമ്മുടെ ജയിലർ സിനിമയുണ്ടല്ലോ, ജയിലർ സിനിമയിലെ ഇൻ്റർവൽ സീൻ എന്ന് പറഞ്ഞാൽ രജനീകാന്ത് ഈ വില്ലന്മാർ വരുന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വീട്ടിലെ എല്ലാവരെയും കൃത്യമായിട്ട് അദ്ദേഹം സുരക്ഷിതരാക്കി ഇരുത്തിയിട്ട് കാത്തിരിക്കും വില്ലന്മാർക്ക് വേണ്ടി. സമാനമായിട്ടുള്ള രീതിയിൽ പാലയിലേക്ക് അങ്ങനെ CPMൻ്റെ പ്രവർത്തകരുടെ മാർച്ച് വരിക, കയ്യിൽ PVC പൈപ്പൊക്കെ ആയിട്ട് ഇവന്മാരിങ്ങനെ ബലികുടീരങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവന്മാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലീസ് അവന്മാരെ തടഞ്ഞു. പോലീസ് തടഞ്ഞിട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പോകരുത്, ദേവീത് അങ്ങോട്ട് പോകരുത്, ദേവീത് പ്ലീസ് അങ്ങോട്ട് പോകരുത്. എന്തുകൊണ്ട് അങ്ങോട്ട് പോകരുതെന്ന് നിങ്ങൾ പറയുന്നു? നിങ്ങൾ പാലയിലെ PC ജോർജിൻ്റെ മകനായിട്ടുള്ള ഷോൺ ജോർജിനെ സംരക്ഷിക്കുകയല്ലേ എന്ന് സഖാക്കന്മാർ ഉച്ചത്തിൽ ചോദിച്ചപ്പോൾ അവിടെ നിൽക്കുന്ന ഏതോ ഒരു പോലീസുകാരൻ പറഞ്ഞു, അവനെ തടയണ്ട, അവൻ പോട്ടെ, കിട്ടാനുള്ളത് മേടിച്ചിട്ട് വരട്ടെ എന്ന് ആരെങ്കിലും അവിടെ നിൽക്കുന്ന ഒരു പോലീസുകാരൻ പറഞ്ഞെങ്കിൽ തീരാന്നുള്ള ഒരു തുടി മാത്രമേ യവന്മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. സംഭവം വേറെ ഒന്നുമില്ല. യവന്മാർ കയ്യിൽ PVC പൈപ്പൊക്കെ ആയിട്ട് അങ്ങോട്ട് മാർച്ച് ചെയ്തപ്പോൾ ഷോൺ ജോർജിന് ചുറ്റും വളഞ്ഞ് പാലായിലെ സംഘപ്രവർത്തകർ നിൽക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. അമ്മയാണ് ദണ്ഡ കൊണ്ടുള്ള അടി കിട്ടിയിട്ടുണ്ടാ, ഇടിച്ച് ഊപ്പാട് വെത്തുകളെ യവന്മാർ. സത്യമായിട്ട് തന്നെ ദണ്ഡ കൊണ്ടുള്ള അടിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അമ്മച്ചിയാണ് പിന്നെ അത് മറക്കൂല അതിൻ്റെ വേദന. അമ്മ അതിന് വേദനയാണ് ദണ്ഡ കൊണ്ട് അടി ഉണ്ടാക്കി കിട്ടുന്നത്. ദണ്ഡ എല്ലാം ഉയർത്തിക്കൊണ്ട് അവിടെ
സംഘപ്രവർത്തകർ നിരന്ന് നിൽക്കുന്ന ഒന്നും ചെയ്തില്ല. അവർ പരേഡിന് നിൽക്കും പോലെ നിരന്നിങ്ങനെ ചുമ്മാ വെറുതെ കയ്യും കെട്ടി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇപ്പുറത്തെ ഉമാരാണെങ്കിൽ കിടന്ന് പോണ ബഹളം, വെട്ടിക്കളയും കുത്തിക്കളയും ഞെട്ടിക്കളയും ഞൊട്ടിക്കളയും പുളുത്തിക്കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം. അങ്ങനെ ഷോൺ ജോർജിൻ്റെ വീട്ടിലേക്ക് ചെന്ന സഖാക്കന്മാരുടെ മണ്ട ദണ്ഡ കൊണ്ട് പൊളിയാതിരിക്കാനുള്ള വലിയ നീക്കമായിരുന്നു പോലീസ് അവിടെ നടത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല, തർക്കവുമില്ല. അങ്ങനെ ഷോൺ ജോർജിൻ്റെ വീട്ടിലേക്ക് ഇവർ മാർച്ച് നടത്തിയപ്പോൾ ഇവർ വിചാരിച്ചു ഷോൺ ജോർജ് ഒറ്റയ്ക്കായിരിക്കുമെന്ന്. അങ്ങനെയല്ല, ഷോൺ ജോർജ് ഒറ്റയ്ക്കല്ല. അല്ല, ഇതിൽ നീതിക്കും ന്യായത്തിനും നിരക്കാത്തൊരു കേസും ഇല്ലല്ലോ. ഇപ്പോൾ ഷോൺ ജോർജ് എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ആ സഖാക്കന്മാരെ അവിടെ പോയി അവനെ കൈകാര്യം ചെയ്തു എന്ന് വേണമെങ്കിൽ, അതുപോലെ നിയമവിരുദ്ധമാണെങ്കിലും വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് പാർട്ടി പ്രതിപക്ഷ നേതാവായിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ, മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും എതിരല്ല കേസ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളെ അള്ളിക്കൊണ്ട് പോകും ഇ.ഡി. അതുകൊണ്ട് യവനാണ് അതിന് കാരണക്കാരൻ, യവനെ നമ്മൾ തീർത്ത് കളയും എന്ന് പറഞ്ഞങ്ങോട്ട് പോയതാണ്. ദണ്ഡ കൊണ്ട് വലിയ പ്രതിരോധം അവിടെ ഷോൺ ജോർജിന് തീർക്കുന്ന കാഴ്ചയാണ്, സംഘപരിവാർ തീർക്കുന്ന കാഴ്ചയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചത്. ഇതിൻ്റെ ഇടയിൽ വേറൊരു മുട്ടൻ കോമഡി നടന്നു, അത് ഭയങ്കര രസമാണ്. അതായത് നമ്മുടെ ബിനീഷ് കൊടിയേരി ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരുന്ന ആ സംഭവ സ്ഥലത്ത് ബിനീഷ് കൊടിയേരി ഉണ്ടായിരുന്നു. ബിനീഷ് കൊടിയേരി അവിടെ പുറത്ത് നിന്നു, വളരെ വികാരമൊക്കെ തൂകി അദ്ദേഹം നിന്നു. അദ്ദേഹത്തിന് ബൈറ്റൊക്കെ മാധ്യമങ്ങൾ വെച്ചപ്പോൾ എന്നെ നർക്കോട്ടിക്സ് ബ്യൂറോ അള്ളിക്കൊണ്ടുപോയപ്പോൾ ആരുമില്ലായിരുന്നു. പക്ഷേ അതല്ല, പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വരും. കാരണം ബിനീഷ് കൊടിയേരിക്ക് അറിയാം എന്താണ് കേന്ദ്ര സേന, കേന്ദ്ര സംഘം എന്താണ്, അവർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ പ്രൊസീജിയർ എന്നറിയാം, അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈർക്കിലി കയറ്റുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് നമ്മുടെ ബിനീഷ് കൊടിയേരിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ബിനീഷ് കൊടിയേരി എന്ത് ചെയ്തു, അവിടെ വികാരമൊക്കെ അടിച്ചു പിടിച്ച് ഇങ്ങനെ നിന്നു. എന്നിട്ട് കേന്ദ്ര സംഘം പുറത്തിറങ്ങിയപ്പോൾ സഖാക്കന്മാർ, അതായത് അവിടെ നിന്ന് കുറേ ഗുണ്ടകൾ ഈ കേന്ദ്ര സംഘത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ആക്രമിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ബിനീഷ് കൊടിയേരിക്ക് അപകടം മണത്തു. ബിനീഷ് കൊടിയേരി അവിടെ ഓടി വന്ന് അടിക്കരുതെന്നാണ് പറഞ്ഞത് എന്ന് ബിനീഷ് കൊടിയേരി ഭയങ്കരമായിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ ഈ അന്തരാളങ്ങളിൽ നിന്ന് ഇങ്ങനെ കയറിയാണ് ശബ്ദം വരുന്നത്. അടിക്കരുത് എന്നാണ് ശബ്ദം വരുന്നത്. അടിക്കരുത്, നിങ്ങളാരും അടിക്കരുത്, അടിക്കല്ലെന്നല്ലേടാ പറഞ്ഞത്, നിങ്ങൾ പോവുക എന്ന് പറഞ്ഞാൽ അവിടെ സഖാക്കന്മാർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കയറി മേയുന്ന കാഴ്ചയാണ് കണ്ടത്. സത്യം പറഞ്ഞാൽ ബിനീഷ് കൊടിയേരി അടിക്കരുതെന്ന് വലിയ വികാരത്തോടു കൂടി പറഞ്ഞത് വേറൊന്നുമല്ല, സംഭവം വേറൊന്നുമില്ല. അതായത് ഈ അടിക്കുന്ന സഖാക്കന്മാരെയൊന്നും ഇനി എനിക്ക് കാണാൻ പറ്റൂലല്ലോ. എടാ, നിന്നെയൊക്കെ അള്ളിക്കൊണ്ട് പോവുകടാ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, പിന്നെ ജയിലിടിഞ്ഞ വെളി വരുവാ, പറയണ കേളടാ, എടാ അടിക്കില്ലടാ പ്ലീസ് എടാ. ഇതാണ് സത്യം പറഞ്ഞാൽ ബിനീഷ് കൊടിയേരിയുടെ ടോൺ ആയിരുന്നത്. ഇതായിരുന്നു ബിനീഷ് കൊടിയേരിയുടെ ടോൺ. അതായത് നിന്നെയൊക്കെ അള്ളിക്കൊണ്ട് പോവും, ദയവ് ചെയ്ത് അടിക്കരുത്, അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിണറായി സഖാവൊക്കെ അകത്ത്, എനിക്ക് അനുഭവം ഉള്ളതാണ്. പിണറായി സഖാവൊക്കെ അകത്ത് കയറിയിരിക്കും. അവസാനം നിങ്ങൾ ഡൽഹിയിൽ പോയി ഇടിയും കൊണ്ട് നൂന്ന് അവസാനം 10-15 കൊല്ലമൊക്കെയാണ് ജയിലിൽ കിടക്കാൻ പോണത്. അത് കണ്ടിട്ടാണ് നമ്മുടെ ബിനീഷ് കൊടിയേരി സഖാവ് പറഞ്ഞത് അടിക്കരുത്, ദയവ് ചെയ്ത് അടിക്കരുത് എന്ന് പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. എന്തായിരുന്നാലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്ന് വലിയ രീതിയിലുള്ള മേലാണ് മേഞ്ഞിട്ട് പോയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനിടയിലാണ് പാലായിൽ ഷോൺ ജോർജിൻ്റെ അടുത്ത് പോകാനായിട്ട്, അത് ഷോൺ ജോർജിൻ്റെ അടുത്ത് ഇവർ വലിയ മറ്റേ താളവുമായിട്ട് അങ്ങോട്ട് ചെന്നത്. എന്തായിരുന്നാലും കഴിഞ്ഞ ദിവസം രാത്രി ഷോൺ ജോർജ് ഈ മാധ്യമങ്ങളിൽ വന്ന് ചർച്ചയ്ക്ക് വന്നില്ലപ്പോൾ നമ്മുടെ ജയരാജണ്ണൻ, നമ്മുടെ അറിയാലോ, നമ്മുടെ ജയരാജണ്ണൻ ഷോൺ ജോർജിൻ്റെ അടുത്ത് പറയുന്ന കാര്യം, ഇവിടെ ഈ CMRL നിന്ന് അവരിങ്ങോട്ട് കാശ് തന്നു. അതായത് ഇവിടെ പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്ന CMRL 1.5 കോടി രൂപ 2 കോടി രൂപ എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ 2 കോടി രൂപ വീണ വിജയന് കൊടുത്തു. അതിന് അവർക്ക് പരാതിയില്ല. വീണ വിജയൻ അത് സ്വീകരിച്ചു, വീണ വിജയനും പരാതിയില്ല. പിന്നെ ഇവിടെ ആർക്കാണ് പരാതി? അതായത് ഉദാഹരണത്തിന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ ആരെങ്കിലും എനിക്ക് ഒരു 2 കോടി രൂപ തരയാണ്, ചുമ്മാ പാരിതോഷികം എന്ന് പറഞ്ഞ് ഞാനത് മേടിക്കുന്നു, ആയിക്കോട്ടെ താങ്ക് യു എന്ന് പറഞ്ഞ് ഞാൻ മേടിക്കുന്നു. എനിക്കും പരാതിയില്ല, നിങ്ങൾക്കും പരാതിയില്ല, ഞാൻ ടാക്സ് അടച്ചിട്ടുണ്ട്, GST അടച്ചിട്ടുണ്ട്, പിന്നെ എന്താണ് ഇവിടെ ആർക്കാണ് പരാതി എന്ന് നമ്മുടെ ജയരാജൻ സഖാവ് ചോദിച്ചു. അപ്പോൾ ഷോൺ ജോർജ് വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു, ഇങ്ങനെ പറയരുത് ദയവേത് പ്ലീസ്, കാരണം ഇത് നിങ്ങൾക്കിതെല്ലാം അറിയാവുന്നുള്ള കേസാണ്. ഈ പിണറായി വിജയൻ ഒന്നാമത്തെ കാര്യം പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങേർക്ക് പോലും വേണ്ടിയല്ല സഖാക്കന്മാർ ഇവിടെ കിടന്ന് തുള്ളുന്നത്, ഇയാളുടെ മോൾക്ക് വേണ്ടിയാണ്. വാട്ട് കൈൻഡ് ഓഫ് സംസ്കാരം ഇസ് ദിസ്, കൾച്ചർ ഇസ് ദിസ്? ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്? ഇതാണോ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാവപ്പെട്ടവരെ സംരക്ഷിക്കാനുള്ള പാർട്ടിയാണ്, അല്ലാതെ ഇതുപോലെ കുത്തക മുതലാളിമാരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ച് പുളിശ്ശേരി അടിച്ച് പൂണി വീർപ്പിച്ച് നടക്കുന്ന നേതാക്കന്മാരുടെ മക്കളെ സംരക്ഷിക്കാനുള്ളതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ് കൃത്യമായിട്ട് ഷോൺ ജോർജ് അവിടെ പറയാതെ പറഞ്ഞു വെച്ചത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എന്തിനാണ് നമ്മുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? അതായത് നീതി നിഷേധിക്കപ്പെടുന്നവന് നീതി മേടിച്ചു കൊടുക്കാൻ, അതിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉള്ളത്. അതായത് വിശക്കുന്നവൻ്റെ വയറ് നിറയ്ക്കാൻ, നമ്മുടെ സമൂഹത്തിൽ ഒരാൾ പോലും വിശക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക, ഇതിനൊക്കെയാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉള്ളത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിപ്പോയി. യഥാർത്ഥത്തിൽ അവിടെ CMRL എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ പറഞ്ഞു അവിടെ നിന്നും പരാതിയില്ല, ഇവിടെ നിന്നും പരാതിയില്ല, പിന്നെ ആർക്കാണ് പരാതി എന്ന് ചോദിച്ചപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞു, ഇങ്ങോട്ട് നോക്കി,
എനിക്കാണ് പരാതി എന്ന് ഷോൺ ജോർജ് പറഞ്ഞു. ഈ CMRL എന്ന് പറഞ്ഞ ഒരു പബ്ലിക് ലിമിറ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി. ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഈ ഷെയർ ഹോൾഡേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ വർഷാവർഷം ഓഡിറ്റ് നടത്തി ലാഭനഷ്ട കണക്കുകൾ പ്രസിദ്ധീകരിച്ച് ഷെയർ കൃത്യമായിട്ട് ആൾക്കാർക്ക് വീതിച്ചു കൊടുക്കേണ്ട ഒരു കമ്പനിയാണ് CMRL എന്ന് പറയുന്നത്. സെബി നിയമപ്രകാരമാണ് ഇത് ചെയ്യേണ്ടത്. 13.14% ഈ കമ്പനിയിൽ സർക്കാരിനാണ് ഷെയർ ഹോൾഡ് ഉള്ളത്. ആ സർക്കാരിന് ഷെയർ ഹോൾഡ് ഉള്ള ഈ കമ്പനി, സംസ്ഥാന സർക്കാരിന് ഷെയർ ഹോൾഡ് ഉള്ള ഈ കമ്പനിയിൽ നിന്നാണ് വീണ വിജയൻ അല്ലെങ്കിൽ വീണ തൈക്കണ്ടി പൈസ കൈപ്പറ്റിയിരിക്കുന്നത്. പിണറായിക്കെതിരെയുള്ള അന്വേഷണമല്ല ഇത് പിണറായിക്കെതിരെയുള്ള അന്വേഷണമേ അല്ല. പോരാത്തതിന് ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് നടത്തിയ ചോദ്യം ചെയ്യലിൽ വീണയുടെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കും CMRLും കൃത്യമായിട്ട് സമ്മതിച്ചിട്ടുണ്ട് ഈ പൈസ അവിടെ നിന്നും വീണ കൈപ്പറ്റിയതിന് യാതൊരുവിധ സേവനവും വീണയുടെ കമ്പനിയോ ഒന്നും തന്നെ അവർക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനീ പൈസ കൈപ്പറ്റി? സർക്കാരിന് പോലും ഷെയറുള്ള ഈ കമ്പനിയിൽ നിന്ന് എന്തിന് പണം കൈപ്പറ്റി എന്നുള്ളതാണ് ചോദ്യം. വീണ ഒരു സേവനവും കൊടുത്തിട്ടില്ല, വീണ പൈസ കൈപ്പറ്റിയിട്ടുണ്ട്. എന്താണ് ആ സേവനം നിങ്ങൾ കൊടുത്തത് എന്ന് പറഞ്ഞാൽ തീരാന്നുള്ള കേസേ ഉള്ളൂ. അതേ ഇനി മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ഇതുവഴി പൈസ കൈപ്പറ്റിയതാണ്, അവിടെയാണ് പോയിന്റ്. മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ഏതെങ്കിലും ഒരു തരത്തിൽ അങ്ങനെയല്ല, സഖാവ് അങ്ങനെ ചെയ്യില്ല. സഖാവ് ആദർശത്തിൻ്റെ നിറകുടമാണ്. എന്തായിരുന്നാലും ഇങ്ങനെയുള്ളൊരു കേസിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനം ഈ കൈപ്പറ്റിയിട്ടുണ്ട്. ഈ കൈപ്പറ്റിയതിന് യാതൊരുവിധ സേവനവും കൊടുത്തിട്ടില്ല. എന്നുള്ളത് മാത്രമല്ല, SFIO സെക്ഷൻ 447 അനുസരിച്ച് ഈ SFIO ഈ ഫ്രോഡ് ആക്ട് ഒക്കെ ഇല്ലേ, അത് 440 അനുസരിച്ച് ഈ വീണ വിജയനെ പ്രതിയാക്കി. എക്സാലോജിക്ക് ഇത് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് കണ്ടെത്തി വീണ വിജയനെ പ്രതിയാക്കി. എറണാകുളം ജില്ലാ കോടതി 7 SFIO സ്പെഷ്യൽ കോർട്ടിൽ ഇത് കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു കേസായി. അങ്ങനെ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ PMLA ആക്ട് പ്രകാരം കോടതി പറഞ്ഞു മക്കളെ പോയി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഇത് ഹൈക്കോടതിയിൽ പോയി സർക്കാർ എന്ത് ചെയ്തു? ഈ അന്വേഷണത്തെ തടുത്തു നിർത്തി. അന്ന് അവർക്കും അധികാരമുണ്ടായിരുന്നു, അധികാരത്തിൻ്റെ ഒരു സെറ്റപ്പൊക്കെ അവർക്കുണ്ടായിരുന്നു. അങ്ങനെ അധികാരത്തിൻ്റെ വലിയ അതിനെ തടഞ്ഞു നിർത്തി. അങ്ങനെ തടഞ്ഞു നിർത്തിയപ്പോൾ ഇപ്പോൾ അധികാരമില്ല. അപ്പോൾ കോടതി പറഞ്ഞു, കോടതി ഒരു കാര്യം ചെയ്ത് മാറ്റിയിട്ട് ഒരു കാര്യം സ്റ്റേ അങ്ങ് നമ്മൾ മാറ്റി പോയി അന്വേഷിക്കുന്നു പറഞ്ഞു. അങ്ങനെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വരുന്നത്. കണക്ക് പ്രകാരം 2,72,00,000 രൂപയാണ് വീണ വിജയൻ കൈപ്പറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. നമ്മളവിടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ജയരാജൻ സഖാവ് അവിടെ നിന്ന് അഴിവുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. ഇനി എന്തിനൊക്കെ അഴിവാനിരിക്കുന്നു എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും അള്ളി തുടങ്ങിയിട്ടുണ്ട് ഇവിടെയുള്ള സകല സഖാക്കന്മാരെ എന്നുള്ളതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ ഇടയിൽ പാവം നമ്മുടെ ബിനീഷ് കൊടിയേരി ഇതൊക്കെ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ കാണിച്ചെങ്കിലും സത്യം പറഞ്ഞാൽ അങ്ങേരെ ആ ഒരു സമയത്തുണ്ടല്ലോ, അങ്ങേരെ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അള്ളിക്കൊണ്ടുപോയപ്പോൾ അങ്ങേരെ ഏറ്റവും കൂടുതൽ അങ്ങേരൊക്കെ വാർത്ത ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകർ വിളിക്കുന്ന പേര് ഡിങ്കിരിയാണ് എന്നുള്ള പേരൊക്കെ ഞാൻ മൂലം വളരെയധികം ഫേമസ് ആയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കാലത്തിൻ്റെ ഒരു കാവ്യനീതിയായി ഇതിനെ ഞാൻ വിശേഷിപ്പിക്കുന്നു. ലാൽ സലാം സഖാക്കളെ. അപ്പോൾ ശരി.